നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര കൊപ്രക്കളത്ത് വാഹനാപകടം, ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. തൃക്കൂർ പഞ്ചായത്തിലെ പാറയ്ക്കപ്പറമ്പിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം പണിയുന്നതെന്ന് ആരോപണം. പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും ഇടത് നേതാക്കളും ചേർന്ന് കെട്ടിട നിർമ്മാണം തടഞ്ഞു. പ്രസിദ്ധമായ ചെമ്പൂച്ചിറ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. വർണ്ണാഭമായി പൂക്കാവടികളും പീലിക്കാവടികളും. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. പൂക്കോട് SNUP സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. കൊടകര കൊപ്രക്കളത്ത് വാഹനാപകടം, ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനടക്കാരനായ ആനത്തടം സ്വദേശി മരോട്ടിക്കൽ 58 വയസ്സുള്ള ഹരിയാണ് മരിച്ചത്. ബൈക്ക് യാത്രക്കാരനായ മാള സ്വദേശി 47 വയസ്സുള്ള റോയിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കൊടകര പോലീസ് സ്ഥലത്തെത്തി. തൃക്കൂർ പഞ്ചായത്തിലെ പാലയ്ക്കപ്പറമ്പിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം പണിയുന്നതെന്ന് ആരോപണം. പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും ഇടത് നേതാക്കളും ചേർന്ന് കെട്ടിട നിർമ്മാണം തടഞ്ഞു. പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെന്നും തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതായും ഇടത് നേതാക്കൾ പറയുന്നു. വീണ്ടും 3 കെട്ടിടങ്ങളാണ് ഇവിടെ പണിയുന്നത്. പഞ്ചായത്തിന്റെ തൊട്ടു മുൻപിൽ നടക്കുന്ന നിർമ്മാണം ഭരണകക്ഷി അംഗങ്ങളുടെ മൗനാനുവാദത്തോടെയാണെന്നാണ് CPM ആരോപണം. DYFI നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കപിൽ രാജ്, KS റോസൽ രാജ്, TM രാജേഷ്, വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ നിർമ്മാണം നടക്കുന്നത് ഇത് കല്ലൂര് മാവിൻചൂട് PW റോഡാണ്. ഇതിന്റെ 1, 2, 3, 4 ഈ സൈഡ് മുഴുവനാണ് ഇപ്പോൾ അനധികൃതമായിട്ട് കെട്ടിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ബിൽഡിംഗ് റൂളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിൽഡിംഗ് റൂളും പാലിക്കാതെയാണ് നടക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇത് പഞ്ചായത്തിന്റെ ഒരു മൗനാനുമതിയോടുകൂടി നടക്കുന്നത് എന്നാണ് ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഞങ്ങളും ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള വരുന്ന ആളുകളുടെ പ്രതിഷേധത്തിൽ ഇവിടെ മീഡിയയും കൂടി ഞങ്ങളോട് പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പാലയ്ക്കപ്പറമ്പിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് അനധികൃതമായൊരു നിർമ്മാണം നടക്കുകയാണ്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ CPM ഇവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ പരാതി പഞ്ചായത്ത് അധികാരികൾ വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും ഇവിടെ ഭരിക്കുന്ന UDFന്റെ ഭരണസമിതിയുടെ മൗനാനുവാദത്തോടുകൂടിയിട്ട് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധമായ ചെമ്പൂച്ചിറ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശക്കാർ ചേർന്നൊരുക്കിയ പൂരം എഴുന്നള്ളിപ്പും വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പൂക്കാവടികളും പീലിക്കാവടികളും ചേർന്നുള്ള കാവടിയാട്ടവും 9 വീതം ഗജവീരന്മാരെ അഭിമുഖമായി നിരത്തി നടത്തപ്പെടുന്ന കുടമാറ്റവുമായിരുന്നു പൂരം കാവടി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ചെമ്പൂച്ചിറ വടക്കൻ ചൊവ്വ ക്ഷേത്രത്തിൽ നിന്ന് സാംബവ നൃത്തത്തിന്റെ അകമ്പടിയോടെ ദേവിയുടെ താലിവരവും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടത്തി. ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് നേതൃത്വം നൽകിയത് കിഴക്കൂട്ട് അനിയന്മാരും ചെറുശ്ശേരി കുട്ടന്മാരുമായിരുന്നു. നൂലുവള്ളി ദേശത്തിന്റെ മേളനിരയെ വാദ്യകലാരത്നം ചേന്നമംഗലം രഘുമാരാർ നയിച്ചു. ചെറുശ്ശേരി ശ്രീകുമാരന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ ചെമ്പൂച്ചിറ ദേശത്തിന്റെയും ചേന്നമംഗലം രഘുമാരാർ നൂലുവള്ളി ദേശത്തിന്റെയും പഞ്ചവാദ്യനിരയുടെ അമരക്കാരായി. ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ച നടക്കും. ബുധനാഴ്ച രാവിലെ നൂലുവള്ളി പടിഞ്ഞാട്ടുമുറി മാനസ സരോവരത്തിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു. തൃശൂർ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചൂടുകൂടിയ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണം.
സൂര്യതാപമേറ്റാൽ ഉടനടി ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂട് കൂടുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാകും. അതുകൊണ്ട് ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചൂടേറ്റ് ശരീരത്തിൽ തടിപ്പുകളോ പൊള്ളലോ ഉണ്ടായാൽ ചികിത്സ ഉടനടി തേടണം. പൊള്ളലേറ്റുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. പൂക്കോട് SNUP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക CK ബിന്ദു മോൾക്ക ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ജിഷ്മ രഞ്ജിത്ത്, ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VK സുബ്രഹ്മണ്യൻ, സ്കൂൾ മാനേജർ CM കുമാരൻ, OSA പ്രസിഡന്റ് ആന്റണി പൊട്ടത്തുപറമ്പിൽ, PDA പ്രസിഡന്റ് K പ്രിയ, അധ്യാപക പ്രതിനിധി EP ഗീതാഞ്ജലി, സിനി റാഫേൽ, VK ബീന, അലക്സ് ചുക്കിരി, CK ആനന്ദകുമാരൻ, CK ഹെന്നി എന്നിവർ പ്രസംഗിച്ചു. അവരെയും നിങ്ങളുള്ളവരുടെയും ശ്രമം ചെയ്യുവാനാണ് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ അവர்களാണ്. ഇവിടെ ഞങ്ങളൊരു മികച്ച പരിപാടിയിൽ പങ്കെടുക്കാനും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി എനിക്ക് സന്തോഷമുണ്ട്. കാരണം 10-30 വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. SNUP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 73ാമത് വാർഷികാഘോഷം നടക്കുന്ന ഈ സുദിനം ഏതെല്ലാം വിധത്തിൽ പറഞ്ഞാലും അഭിമാനകരമായ നിരവധി നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരു സ്കൂൾ അധ്യാപികയായി സ്കൂളിൽ ചേരാൻ സ്കൂൾ അധ്യാപികമാരാകുന്നവരെല്ലാം ലഭിക്കുന്ന ഗുരുനാഥന്മാര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന്മാരാണ് യഥാർത്ഥത്തിൽ ദൈവം. എൻ്റെ ഒരു നാടക ഗുരുവാണ്. എനിക്ക് പല ഗുരുക്കന്മാരുണ്ട് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ. മികച്ച സർവീസ് കൊണ്ട് വാഹനങ്ങൾക്ക് പുതുജീവൻ നൽകാൻ മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സെന്റ് ആന്റണീസ് സർവീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ജെയ്സൺ പുന്നശ്ശേരി സെന്റ് ആന്റണീസ് സർവീസ് സ്റ്റേഷന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 19 സെന്റ് ആന്റണീസ് സർവീസിംഗ് സെൻറ്റർ ഇതിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ ബ്ലെസ്സിങ്ങും ഇനാഗുറേഷനും കഴിഞ്ഞു. പ്രിയപ്പെട്ട റോണിയുടെയും ജോബിയുടെയും നേതൃത്വത്തിൽ ഈ ഒരു സംവിധാനം റോണിയുടെ ഉടമസ്ഥതയിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു മികച്ച ഇനീഷ്യേറ്റീവായിട്ട് കരുതാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജോലി സാധ്യതകൾ വർദ്ധിക്കുകയും നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്ത് അംഗം VK വിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സിബു ഇരുമ്പിനിക്കൽ, സ്ഥാപന ഉടമ റോണി ആന്റണി എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. വാഹനങ്ങളുടെ ക്ലീനിംഗ് ആൻഡ് വാഷിംഗ്, ഇന്റീരിയർ ക്ലീനിംഗ്, അണ്ടർ ബോഡി പെയിന്റിംഗ്, ജനറൽ ചെക്കപ്പ്, എയർ ചെക്കപ്പ് എന്നീ ഫെസിലിറ്റീസാണ് സെന്റ് ആന്റണീസ് സർവീസ് സ്റ്റേഷനിൽ നിന്നും ലഭ്യമാകുക. ഫുൾ ക്ലീനിംഗ് ബൈക്ക് 200 രൂപ, കാർ 500, ടിപ്പർ 1300, ഇന്നോവ 700, ഓട്ടോറിക്ഷ 500, ജീപ്പ് 750, പിക്കപ്പ് 750, ആംബുലൻസ് 1000, ബുള്ളറ്റ് 250 എന്നിങ്ങനെയാണ് നിരക്ക്. ഹാഫ് ക്ലീനിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 7 വരെയും ഞായറാഴ്ച ദിവസം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുമാണ് പ്രവർത്തന സമയം. ഞാൻ ഈ ഫീൽഡിൽ വന്നു തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളമായിട്ടുണ്ട്. എൻ്റെ ഒരു അനുബന്ധ സ്ഥാപനം വരന്തരപ്പള്ളിയിൽ സെന്റ് ആന്റണീസ് ഓട്ടോ ഗ്യാരേജ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കരുവാപ്പടി സെൻറ്ററിൽ സെന്റ് ആന്റണീസ് സർവീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഇതിൽ വണ്ടികൾ വൃത്തിയാക്കുന്നതിനും നമുക്ക് സാധാരണ ആർക്കും സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി വാഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ്, അണ്ടർ ബോഡി പെയിൻറ്റിങ്, അതുപോലെ തന്നെ ബോഡി പോളിഷിങ്, വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചെക്കപ്പുകളും, ഫ്രീ ചെക്കപ്പ്, ഓയിൽ ചെക്കപ്പുകൾ, കാര്യങ്ങൾ, പിന്നെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഏതുവിധ മെയിൻ്റനൻസുകളും നമ്മളിവിടെ സ്പോട്ടിൽ ചെയ്തു കൊടുക്കുന്നതാണ്.
ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താലും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെയും തികച്ചും ഉത്തരവാദിത്വപൂർണമായ സർവീസിനായി ബന്ധപ്പെടുക. സെന്റ് ആന്റണീസ് സർവീസ് സ്റ്റേഷൻ, കരുവാപ്പടി ജംഗ്ഷൻ, മണ്ണമ്പേട്ട. ഫോൺ 8136834162 9846126354. തൃശൂരിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.ജി. ശിവരാജൻ, പ്രോഗ്രാം ജില്ലാ നോഡൽ ഓഫീസർ പി.കെ. രാജു, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം.കെ. ശൈലജ, നന്ദിനി സതീശൻ, എ. രാജീവ്, ഷീബ സുരേന്ദ്രൻ, ആനന്ദപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ കെ.പി. ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ.എം. ഷാജു എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി മേലൂർ നടുത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു. നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തം മൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി നിഗമനം. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. നടുത്തുരുത്തി സ്വദേശി ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മെഷീനറികളും മരങ്ങളും കത്തിനശിച്ചു. തൊട്ടടുത്ത വീട്ടുകാരാണ് തീപിടുത്തമുണ്ടായത് ആദ്യം അറിയുന്നത്. തീപിടിച്ച് മേൽക്കൂര വീഴുന്ന ശബ്ദം കേട്ടാണ് സംഭവം അറിയുന്നത്. ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമുള്ള 3 ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തീപിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല. അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്. വെളുപ്പിന് ഏകദേശം 3:30 ഇപ്പോൾ തന്നെ ഞാൻ ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്തു. അവരപ്പോൾ തന്നെ വന്നു. 3 വണ്ടി വന്നു കിടത്തി. മിഷനറിയും റൂഫ് ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ഫർണിച്ചറും പിന്നെ പണിയാൻ വെച്ച മരങ്ങൾ എല്ലാം. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് എഴുന്നേറ്റത്. അപ്പൊ ഇതിന്റെ മേൽക്കൂര വീഴുന്ന സൗണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ജല്ലക്കോട് നോക്കിയപ്പോ ജല്ലമ്മയ്ക്ക് മൊത്തം ഒരു ചുമന്ന ലൈറ്റ് പോലെ തീ കത്തണേന്റെ ലൈറ്റാ കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ജല്ല തുറന്ന് നോക്കിയപ്പോഴാണ് മൊത്തം ഇവിടുന്ന് ഈ സൈഡിൽ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് തീ കത്തായിരുന്നു. അപ്പൊ വേഗം ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് മോളിയിൽ പോയി നിന്ന് നോക്കിയപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതായത് അതുപോലെ തന്നെ ജോലിച്ചേട്ടൻ മോളിൽ പോയിട്ട് അപ്പുറത്ത് മോളിൽ നിന്നാണ് ഇവിടുന്ന് ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ ഗിരി ചേച്ചിനെയും അപ്പുറത്തുനിന്ന് മിൻ ചേച്ചിനെ ഒക്കെ വിളിച്ചു. അപ്പൊ മിൻ ചേച്ചിയൊക്കെയാണ് അവിടുന്ന് ടാങ്കിൽ നിന്നും കിണറിൽ നിന്ന് മോട്ടർ അടിച്ചു തന്നിട്ട് ഈ വശത്തേക്ക് വരുന്ന തീ കുറെ അണയ്ക്കാനായിട്ട് അപ്പൊ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ബെൻസിനെ വിളിച്ചു. അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പൊ അവരിപ്പോ തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം അപ്പൊക്കെ ഇവിടെ നാട്ടുകാരെല്ലാവരും എത്തിയിരുന്നായിരുന്നു. പിന്നെ ഫയർഫോഴ്സ് എത്തി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടായിരുന്നു അങ്കമാലിയിൽ നിന്നും ചാലക്കുടിയിൽ നിന്നാണ് എത്തിയത്. അങ്ങനെ അവര് പെട്ടെന്ന് പിന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് തീയണച്ചത്. ആമ്പല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന എം.ടി. ജോർജ് അനുസ്മരണ സമ്മേളനം ആമ്പല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് സൊസൈറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ മീറ്റിംഗ് ഹാളിന് എം.ടി. ജോർജ് മെമ്മോറിയൽ മീറ്റിംഗ് ഹാളായി ചടങ്ങിൽ നാമകരണം നടത്തും. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ സന്നിഹിതരാകും. കുറുമാലിപ്പുഴയിൽ മൺചിറകൾ കെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് ജലവിഭവ മന്ത്രിയോട് കേരള കോൺഗ്രസ് എം ഇഞ്ചക്കുണ്ട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചിമ്മിനി ഡാം അടച്ച് കുറുമാലിപ്പുഴയിലെ 5 ചിറകൾ എത്രയും വേഗം കെട്ടി ജല സംരക്ഷണ പദ്ധതികൾ സംരക്ഷിക്കണമെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. മേഖലാ സമ്മേളനം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. A.K. പത്രോസ് അധ്യക്ഷനായിരുന്നു. ജോസി മാണി, K.K. ബിനു, റോസ്ലി തോമസ്, ഷാജു മുല്ലക്കുന്നേൽ, പ്രിൻസ് പാലക്കാട്ടുമലയിൽ, സെബിൻ ബി കാവുങ്കൽ, ജോ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്ന കാർഷിക കർമ്മസേനയിലേക്ക് അഗ്രികൾച്ചറൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൃഷിയിൽ പ്രവൃത്തി പരിചയമുള്ള പറപ്പൂക്കര പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം.
ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ഇന്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് 9961730830 എന്ന നമ്പറിൽ വിളിക്കുക. IHRD വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചിൽ ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. PGDCA, PGDCF, DTTOA, DCA, CCLIS കോഴ്സുകളിലേക്കാണ് അപേക്ഷ. കൂടുതൽ വിവരങ്ങൾ www.ihrd.ac.in ൽ ലഭിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. കല്ലൂർ കല്ലുക്കാരൻ അന്തോണി ജോൺ ഭാര്യ എൽസി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോയ്സി, ജോയ്സൺ എന്നിവർ മക്കളും ആൻഡ്രോ, ദയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര കൊപ്പക്കളത്ത് വാഹനാപകടം. ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. തൃക്കൂർ പഞ്ചായത്തിലെ പാറയ്ക്കപ്പറമ്പിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം പണിയുന്നതെന്ന് ആരോപണം. പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും ഇടത് നേതാക്കളും ചേർന്ന് കെട്ടിട നിർമ്മാണം തടഞ്ഞു. പ്രസിദ്ധമായ ചെമ്പൂച്ചിറ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. വർണ്ണാഭമായി പൂക്കാവടികളും പീലിക്കാവടികളും. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. പൂക്കോട് SNUP സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.